ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ 73 പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. പക്ഷേ നമ്മളാരും തിരിച്ചറിയാത്ത ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളുണ്ട്. ഒന്ന് സെഫാനിയുടെ പുസ്തകം, 2 ഹബൂക്കിൻ്റെ പുസ്തകം. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഒരു അധ്യായം മാത്രമുള്ള ഒരു ലേഖനമുണ്ട്. അത് കർത്താവിൻ്റെ പ്രിയ ശിഷ്യനായ യൂദാസ് കൊറിയാത്തല്ല കേട്ടോ, യൂദാസ് എഴുതിയ ഒരു അധ്യായമാണ്. അതിൽ ഈ പ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയോ? എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി. സംഭവത്തിലുള്ളൂ, യൂദാസ് ലീഗ ഈ പ്രകാരമാണ് എഴുതി വെച്ചിട്ടുള്ളത്. മോശ മരിച്ചപ്പോൾ മോശയുടെ ശരീരം എനിക്ക് വേണം എന്ന് പറഞ്ഞ് മിഖായിലും മാലാഖമാരോടിയെത്തി. ഈ ശരീരം എനിക്ക് വേണം. അപ്പോൾ തന്നെ സാത്താന്റെ പ്രതിനിധികളായ പിശാചുക്കൾ കൂടി വന്നിട്ട് പറഞ്ഞു, ഈ ശരീരം ഞങ്ങൾക്ക് വേണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ മരിച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഏത് മാലാഖ വരുമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ യഹോവയുടെ പ്രിയ ശിഷ്യനായ ആ മോശയുടെ ശരീരം കിട്ടാൻ വേണ്ടി മാലാഖമാർ കാത്തു നിന്നു എന്നാണ് പറയുന്നത്. ഈ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു നോവലുണ്ട്. അത് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന നോവലാണ്. അവിടെ ഡോക്ടർ ഫോസ്റ്റസിനെ തെറ്റിലേക്ക് നയിക്കുന്ന പിശാചിൻ്റെ അരൂപികൾ ഒരു കൈക്ക് പിടിച്ച് വലിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുപോലെ തന്നെ മാലാഖമാർ വന്നിട്ട്, ഡോക്ടർ ഫോസ്റ്റസ് നീ തെറ്റ് ചെയ്യരുതട്ടോ എന്ന് പിടിച്ചു വലിക്കുന്ന മാലാഖമാർ ശക്തി അപ്പുറത്ത് നിൽക്കുകയാണ്. രണ്ടിലും ഇങ്ങനെ പെട്ടുകിടക്കുന്ന സമയത്ത് ഡോക്ടർ ഫോസ്റ്റസ് നേരെ തെറ്റിലേക്ക് പോവുകയാണ്. പണ്ട് കാലഘട്ടത്തിൽ തെരുവ് നാടകം കളിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ഒരു വശത്ത് നല്ലവരായ മനുഷ്യർ എന്നെ പിടിച്ചു വലിക്കുമ്പോൾ മറുവശത്ത് തെറ്റിലേക്ക് നയിക്കുന്ന എൻ്റെ കൂട്ടുകാർ പിടിച്ചു വലിക്കുകയാണ്. കൂടുതൽ ശബ്ദം തെറ്റിലേക്ക് വലിക്കുന്നവരുടെ അടുത്തേക്കാണ്. അതുകൊണ്ട് ഞാൻ എങ്ങോട്ടേക്ക് പോകണോ എന്നതിനെക്കുറിച്ച് ആ കളിക്കുന്ന സമയത്ത് വരെ എനിക്ക് സംശയം ഉണ്ടായി. ഇന്നത്തെ ലോകം അതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെ തെറ്റിലേക്കും നന്മയിലേക്കും നയിക്കത്തക്ക വിധത്തിൽ പിടിച്ചു വലിക്കുന്ന ശക്തികളുണ്ട് കേട്ടോ. അവിടെ ഒന്നും നമ്മൾ പതറിപ്പോകരുത്. ഞാൻ വചനത്തിലേക്ക് വരുന്നു. ഇവിടെ മോശയുടെ ശരീരത്തെ ചൊല്ലി ഞങ്ങൾക്ക് ശരീരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഈ മാലാഖമാർ എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മോശയെക്കുറിച്ച് നിയമാവർത്തന പുസ്തകം 34 അധ്യായം 10 തിരുവചനം ഈ പ്രകാരമാണ് വായിക്കുന്നത്. കർത്താവിനെ മുഖാമുഖം കണ്ട് സംസാരിച്ച മോശയെ പോലൊരു പ്രവാചകൻ ഈ ഭൂമുഖത്തുണ്ടായിട്ടില്ല. വചനം കേൾക്കണം. കാരണം മോശയെക്കുറിച്ച് അത്രമാത്രം തീക്ഷ്ണമായിട്ടാണ് ബൈബിൾ എഴുതി വെച്ചിട്ടുള്ളത്. നിയമാവർത്തന പുസ്തകം 34 അധ്യായം 10 തിരുവചനം. മോശയെ പോലെ കർത്താവിനോട്, യഹോവയോട് മുഖാമുഖം സംസാരിച്ച വേറൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. കാരണം അത്രമാത്രം പുണ്യപ്പെട്ട മനുഷ്യനായിരുന്നു. ഈ മോശയുടെ ചെറിയ ജീവിതത്തെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. കാരണം മോശ നമുക്ക് വലിയൊരു മാതൃകയാണ്. മോശയുടെ ജീവിതം ഹൊറേബ് മലയിൽ നിന്ന് ആരംഭിച്ച് മെരീബ ജലാശയത്തിലൂടെ കടന്ന് സിയോൻ മലയിലെത്തി അവസാനം മൊവാബില് അടക്കംപ്പെട്ട ജീവിതമായിരുന്നു. പലപ്പോഴും ശ്രദ്ധിച്ച് കേൾക്കണേ. ഹൊറേബ് എന്ന് പറയുന്ന മലയിൽ ആരംഭിച്ച് മെരീബ എന്ന് പറയുന്ന പാറയിടുക്ക് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ജലാശയത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമായ മെരീബയിലൂടെ കടന്ന് സിയോൻ മലയിൽ നിന്ന് കൽപ്പനകൾ സ്വീകരിച്ച് അവസാനം മൊവാബ് സമതലത്തിൽ അടക്കപ്പെട്ട ജീവിതമാണ് മോശ ഹൊറേബ് മലയിലായിരുന്നപ്പോൾ, പ്രത്യേകിച്ച് തൻ്റെ പ്രിയപ്പെട്ട അമ്മായിപ്പൻ്റെ ആടുകളെ മേയ്ക്കാൻ വേണ്ടി ജീവിച്ച് കടന്നുപോയ ആ മനുഷ്യൻ മലമുകളിൽ വെച്ച് ഒരു അത്ഭുതം കാണുകയാണ്. വേറൊന്നുമല്ല, സകലതും കത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ അവിടെ ഒരു മുൾച്ചെടി കത്തുന്നില്ല. എനിക്കത് വലിയൊരു ബിംബമായിട്ട് തോന്നിട്ടോ. മലയാളത്തിൽ വാഗ്മയം എന്ന് പറയും. എന്താണെന്നറിയോ? സകലതും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുൾച്ചെടി കത്തുന്നില്ല.
അതുകൊണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് നിങ്ങളൊക്കെ ചില കാര്യങ്ങൾ പറയും. അവൻ പോരാ, അവനൊന്നും പോരാ, നമ്മളൊക്കെ വെന്തോ ആണ്, നമ്മളൊക്കെ വലിയ ആള്, അവനൊന്നും പഠിക്കണില്ല, അവനൊക്കെ കുറുമ്പ് കാണിക്കണം, അവൻ്റെ ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകാനൊന്നും പോണില്ല എന്ന് പറയുന്നവനായിരിക്കും കേട്ടോ. ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ കത്തി ഇല്ലാതെയാകും, പക്ഷേ അവനൊക്കെ വളരും. അതുകൊണ്ട് സകലതും കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കത്താതെ നിന്നത് മുൾച്ചെടിയാണ്, അതൊരു ബിംബമാണ്. അവിടെ വെച്ചിട്ടാണ് കർത്താവായ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് മോശയോട് അരുളി ചെയ്യുന്നത്, എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ, എൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കാൻ, അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചിച്ച് കൊണ്ടുവരാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ മോശ ചോദിക്കുന്ന 3 കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ പറയുന്ന 3 കാര്യങ്ങൾ. ഒന്ന്, കർത്താവേ, ഞാൻ പോകുമ്പോൾ ആരാണ് എന്നെ അയച്ചതെന്ന് എന്താണ് ഞാൻ പറയണ്ടേ? അപ്പോൾ കർത്താവായ ദൈവം മോശയോട് പറയാണ്, നിന്റെ ദൈവമായ കർത്താവ് സകലത്തെയും പരിപാലിക്കുന്ന ലോകരക്ഷകനായ തമ്പുരാനാണ് എന്നെ പറഞ്ഞു വിട്ടതെന്ന് പറയണം. രണ്ടാമത് മോശ ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ പേര് എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് ഞാൻ പറയേണ്ടത്? അവിടെ വെച്ചിട്ടാണ് കർത്താവായ ദൈവം മോശയ്ക്ക് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത്. യഹോവേ അഥവാ ആകുന്നവനാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഞാനാണ്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഞാനാണ്. അതിനുശേഷം മോശ തൻ്റെ അയോഗ്യത ഏറ്റുപറയുകയാണ്. കർത്താവേ, ഞാൻ വിക്കനാണ്, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് വലിയ പ്രാഗൽഭ്യമില്ല. ഈ ഫറോയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എന്നടിക്കും, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല, ഒരു വാക്ക് പോലും പറയാനായിട്ട് എനിക്ക് കഴിവില്ല. അപ്പോൾ ധൈര്യം കൊടുത്തുകൊണ്ട് കർത്താവായ ദൈവം മോശയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ സഹായിക്കാൻ അഹ്റോൻ കൂടെ ഉണ്ടാകും, ഞാൻ നിന്റെ നാവിലേക്ക് വരും, നീ പേടിക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മോശയെ ശക്തിപ്പെടുത്തിയ, ധൈര്യപ്പെടുത്തിയ, പ്രബലപ്പെടുത്തിയ കർത്താവ് അവൻ്റെ കൂടെ സന്തത സഹചാരിയായി കൂടെ ഉണ്ടായി. അധികാരത്തിൻ്റെ ഒരു ദണ്ഡ്, ഒരു വടി അവന് കൊടുത്തു. അതിനുശേഷം നീ മുന്നോട്ട് പോയിക്കോ. ഈ മോശ ഫറവോയുടെ അടുക്കിലേക്ക് ചെന്നു. അതിനുശേഷം കർത്താവായി ദൈവം പറഞ്ഞ സകല കാര്യങ്ങൾ പറയുകയും ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ച് കൊണ്ടുവരികയും ചെയ്തു. മാത്രമല്ല, സിയോൻ മലയിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ചു. ആ 10 കൽപ്പനകൾ ഇസ്രായേൽ ജനത്തിന് നൽകി. ഇനി ഞാൻ മറ്റൊരാശയത്തിലേക്ക് പോവുകയാണ്. തുടർന്ന് മെരീബ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 10,000 ഇസ്രായേൽ ജനത്തിന് മോചിപ്പിച്ച് കൊണ്ടുവരവേ അവിടെ വെച്ചിട്ട് എല്ലാ ഇസ്രായേൽ ജനം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ നശിക്കാൻ വേണ്ടിയിട്ടാണോ കൊണ്ടുവന്നിട്ടുള്ളത്? ഒരു തുള്ളി വെള്ളമില്ല, ഈജിപ്തിലെ ഇറച്ചിച്ചട്ടികളെ വിട്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്, ഇവിടെ കഴിക്കാൻ പോലും ഒരു ഉപ്പ് പോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇതാ മോശ ചെന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, ഇതാ അവർ പരിതപിക്കുന്നു, അവർക്ക് ആശ്രയം കൊടുക്കണം. കർത്താവ് അവർക്ക് വെള്ളം കൊടുത്തു. തുടർന്ന് കർത്താവായ ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനത്തെ നയിച്ച് മുന്നോട്ട് പോകവേ ഇതാ മൊവാബ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് മോശ മരണപ്പെടുകയാണ്. ഇനി ഞാൻ ഈ വചനം തുടങ്ങുമ്പോൾ മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട്. മോശ മരിച്ചപ്പോൾ മൊവാബ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മോശ മരിച്ചപ്പോൾ മാലാഖമാർ വന്നു, ഒപ്പം തന്നെ പിശാചുക്കൾ വന്നു. എന്തുകൊണ്ട് മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചുക്കൾ വന്നു എന്നുള്ള ചിന്തിക്കണം. കാരണം ഇത്രമാത്രം ദൈവത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മകനായിരുന്നിട്ട് പോലും മോശ ഒരു കൊച്ചു തെറ്റ് ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പലപ്പോഴും പറയാറില്ലേ, എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന പല കാര്യങ്ങളും നടക്കണില്ല? ഒരു കൊച്ചു തെറ്റായിരിക്കും, ഒരു കൊച്ചു തെറ്റ്. എന്താണെന്നറിയോ? പറഞ്ഞു തരാം. അത് ഞാനൊരു വാചകം വായിക്കാം. അത് സംഖ്യയുടെ പുസ്തകത്തിലാണ്. അവിടെ 20-ാം അധ്യായത്തിൽ മെരീബ എന്ന് പറയുന്ന സ്ഥലത്ത് മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മോശ ആ കാലഘട്ടം മൊത്തം പലപ്പോഴും ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ വാക്കുകൾ കേട്ട് മാത്രമാണ് പ്രവർത്തിച്ചത്. എന്തു കാര്യം തമ്പുരാനോട് ചോദിക്കും, നല്ല മനുഷ്യനാ. പക്ഷെ ഇവിടെ ഒരു കാര്യം ഉണ്ടായി. എന്താണെന്നറിയോ? ഇവിടെ ഇസ്രായേൽ ജനം പരിതപിക്കുകയാണ്, ഇവിടെ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല, ദാഹിച്ചിട്ട് വയ്യ
എന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് കൊണ്ടിരുന്ന ആ ഒരു ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ മോശ ആ വേദന ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കർത്താവായ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, അവര് എന്നോട് തർക്കിക്കുക, ദൈവത്തെ നിഷേധിക്കാൻ പോവുക, യഹോവ എവിടെയെന്നാണ് ചോദിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യണ്ടേ? അവിടെ മോശയോട് ഇതാ ദൈവം 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചു കേട്ടോണേ. 1, കർത്താവ് മോശയോട് അരുളി ചെയ്തു, നിന്റെ വടി കയ്യിലെടുക്കുക. വടി കയ്യിലെടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട, വടി കയ്യിലെടുക്കുക. 2ാമത്തെ കാര്യം, നിന്റെ സഹോദരൻ അഹ്റോനും കൂടി സമൂഹത്തെ വിളിച്ചുകൂട്ടി വെള്ളം പുറപ്പെടുവിക്കാൻ നീ കാണുന്ന പാറയോട് പറയുക. അവിടെ പാറയോട് പറഞ്ഞാൽ മതി, ഒന്നും ചെയ്യാൻ പാടില്ല, നീ പാറയോട് പറയുക. 1 വടി കയ്യിലെടുക്കുക, 2 പാറയോട് ആജ്ഞാപിക്കുക. 3 അതിനുശേഷം എൻ്റെ ജനത്തിനും മൃഗങ്ങൾക്കും കുടിക്കാൻ കൊടുക്കുക. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1 വടി കയ്യിലെടുക്കുക, 2 പാറയോട് ആജ്ഞാപിക്കുക, 3 കുടിക്കാൻ ജനങ്ങൾക്ക് വെള്ളം കൊടുക്കുക. കാരണം കർത്താവായ ദൈവത്തിൻ്റെ പ്രത്യേകത, നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന കേട്ടേ പറ്റൂ. ആ മനുഷ്യൻ അങ്ങനെ ആയിപ്പോയി. തമ്പുരാന്റെ പ്രത്യേകത, ആ മനുഷ്യനോട് ആത്മാർത്ഥമായി നിങ്ങൾ ചോദിച്ചോ, തരും. തരാതിരിക്കാൻ പറ്റില്ല. വാശിയുള്ള മനുഷ്യനല്ല. കർത്താവ് ഒരു അമ്മയെ പോലെ ചിലപ്പോൾ നിന്നെ ഒന്ന് ശാസിച്ചേക്കാം, നിന്നെ തെറ്റിതിരുത്തിയേക്കാം. പക്ഷേ അമ്മയെ പോലെ തന്നെ അവസാനം നമുക്ക് അനുഗ്രഹം തരും. ഇവിടെ ഇസ്രായേൽ ജനം യഹോവയെ കുറ്റപ്പെടുത്തി. പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നു അറിയോ? അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. കേട്ടോളൂ, ഈ 3 കാര്യങ്ങളാണ് മോശയോട് പറഞ്ഞത്. മോശ എന്ത് ചെയ്തു കേട്ടോണം. അവിടെയാണ് മോശയ്ക്ക് വന്ന തെറ്റ്. കേട്ടോളൂ. 1, മോശ ചെയ്തു, നേരെ ജനത്തെ വിളിച്ചുകൂട്ടി. ജനത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ധിക്കാരികളെ. ഒന്ന് ആലോചിച്ച് നോക്കണം. കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിനെ ധിക്കാരി എന്ന് വിളിക്കാൻ മോശ വിചാരിച്ചു ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിട്ട് ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ആ വടി കയ്യിലെടുത്തിട്ട് പറയണം, ധിക്കാരികളെ. അപ്പൊ തന്നെ കർത്താവിന്റെ മനസ്സിൽ വേദന തോന്നി, എൻ്റെ ഈ ശിഷ്യനാണോ ഇങ്ങനെ പറയണേ? തുടർന്ന് ഒരു വാചകം കേട്ടോളൂ കേട്ടോ. മോശ ഈ പ്രകാരം പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഈ കാണുന്ന പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കാൻ, അല്ലെങ്കിൽ ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമെന്നാണോ നീ പറയണേ? ഞങ്ങൾ, ഈശോ അല്ല, തമ്പുരാനല്ല, ഞങ്ങൾ, ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യർ കണ്ടിട്ടില്ലേ, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു പോകുമ്പോൾ ആദ്യം തുടങ്ങുന്നത് ഞാനാ. 2-3 പേര് എന്തെങ്കിലും നന്മ ചെയ്താൽ ആരെങ്കിലും മറ്റുള്ളവൻ്റെ പേര് പറയാറില്ല, ആദ്യം ഞാൻ ചെയ്തു. ഇവിടെ അഹങ്കാരം പലപ്പോഴും മനസ്സിലേക്ക് കയറി വന്ന മോശ ഈ പ്രകാരം പറഞ്ഞു, ഞങ്ങൾ വെള്ളം പുറപ്പെടുവിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയണേ? തുടർന്ന് അവസാനം മോശ എന്ത് ചെയ്യുന്നു അറിയോ? വടി കയ്യിലെടുക്കാൻ മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വടി കൊണ്ട് പാറയമേൽ 2 പ്രാവശ്യം അടിച്ച്, ഒരു മാന്ത്രികനെ പോലെ ഒന്ന് ഷൈൻ ചെയ്യാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെള്ളം ആ പാറയിൽ അടിച്ചപ്പോൾ ഉടനെ തന്നെ വെള്ളം പുറപ്പെട്ടു. ജനത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്തു. പക്ഷേ അപ്പോൾ തന്നെ ദൈവം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, എന്താണെന്നറിയോ? കേട്ടോളൂ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിന്റെ വിശുദ്ധി വെളിപ്പെടുത്തത്തക്ക വിധം ദൃഢമായി നിങ്ങൾ എന്നിൽ വിശ്വസിക്കാത്തതുകൊണ്ട് എൻ്റെ വിശുദ്ധി എന്നെക്കുറിച്ച് ജനത്തിൻ്റെ മധ്യത്തിൽ നീ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഞാൻ എൻ്റെ ജനത്തിന് നൽകാൻ പോകുന്ന കാനാൻ ദേശം ഞാൻ നിനക്ക് തരില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു തെറ്റ് മാത്രമാണ്. അതിനു വേണ്ടിയിട്ടാണ് ആ മനുഷ്യന് ഏൽക്കേണ്ടി വന്ന ചെറിയ ശിക്ഷയാണ് എങ്കിൽ പോലും ജീവിതത്തിൽ മറക്കാനാവാത്ത ശിക്ഷ. ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടമായ കാനാൻ ദേശം കാണാനായിട്ട് ആ മനുഷ്യന് സാധിച്ചില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. നമ്മളെക്കുറിച്ച് മാലാഖന്മാരും ഒരു വശത്ത് പിശാചുക്കൾ നോക്കിയിരിക്കുക. നീ എങ്ങനെയാണ് യേശു ക്രിസ്തുവിനെ, തമ്പുരാൻ കർത്താവിനെ നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കണേ? അവസാനം മരണപ്പെടുമ്പോൾ നിന്റെ ശരീരത്തെ ചൊല്ലി ഈ ശരീരം സ്വർഗത്തിലേക്കാണ്, ഈ ശരീരം നരകത്തിലേക്കാണെന്ന് പറയാൻ വേണ്ടി ഈ മാലാഖന്മാർ വരുമോ? പിശാചുക്കൾ വരുമോ അല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കോട്ടയോണേ. കർത്താവിന് മുഖാമുഖം കണ്ട് ജീവിച്ച മോശയ്ക്ക് പോലും ഒരു ചെറിയ തെറ്റ് അവൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത വലിയൊരു വേദനയായിട്ട് മാറി. അതുകൊണ്ട് മോശയെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാതിരിക്കാൻ, തമ്പുരാന് നിങ്ങളുടെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. മോശ നമ്മുടെ തലമുറയ്ക്ക് ഒരു മാതൃകയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവായ ദൈവമേ,
വിശുദ്ധ ഗ്രന്ഥത്തിലെ യഹൂദരുടെ തലവനായ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട മോശയെക്കുറിച്ചിട്ടാണ് ഞങ്ങളൊക്കെ ചിന്തിച്ചത്. മോശ ഞങ്ങളെപ്പോലെ ഒരുവനായിട്ടാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുക. പക്ഷേ കർത്താവിൻ്റെ ഇഷ്ടാനുസരണം ജീവിച്ചിട്ട് പോലും ചെറിയൊരു കുറ്റം പോലും തമ്പുരാൻ സഹിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊക്കെ പൂർണ്ണരാകാനായിട്ടാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. തമ്പുരാനെ, ഞങ്ങൾ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ തെറ്റുകൾ പുറത്തുകൊണ്ട് ഞങ്ങളുടെ ശരീരത്തെ ചൊല്ലി ഓടിവരെ മാലാഖമാർ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധി വളർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള വരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.